കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കൂടോത്രം ചെയ്ത് തകർത്തു നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനൊന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പം ദൈവത്തോട് രാവിലെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്കെതിരെ വരുന്ന ആയുധങ്ങളൊന്നും ഫലിക്കുകയില്ല. നിങ്ങൾ ആദ്യത്തെ വചനം യെശയ്യാ 54:17 ദൈവം നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ നേരെ ഉണ്ടാക്കിയ ആയുധമൊന്നും വിജയിക്കുകയില്ല. അതേപോലെ തന്നെ സങ്കീർത്തനം 91:10 ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു, നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ലൂക്കോസ് 10:19 ദൈവം ഇങ്ങളോട് സംസാരിക്കുന്നു, സർപ്പങ്ങളെയും പാമ്പുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഇത്തരം വചനങ്ങൾ നിങ്ങൾ ദിവസവും ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുൻപേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അന്ധകാര ശക്തികൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ, നമ്മുടെ തലമുറകളെ നശിപ്പിക്കുവാൻ ഇടയാക്കരുത് എന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്വർഗസ്ഥനായ പരിശുദ്ധ ദൈവമേ, ക്രിസ്തു എൻ്റെ കർത്താവൻ രക്ഷകനുമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും ഞാൻ നിൻ്റെ രക്തത്തിലൂടെ മൂടുന്നു. എൻ്റെ നേരെ വന്നിരിക്കുന്ന ഏത് ശാപവും ഏത് അന്ധകാര പ്രവർത്തനവും ഈശോയുടെ നാമത്തിൽ ഞാൻ നിഷ്ഫലമാക്കുന്നു. പരിശുദ്ധാത്മാവെ, എൻ്റെ മനസ്സും ശരീരവും ആത്മാവും നിൻ്റെ സമാധാനത്താൽ നിറയ്ക്കണമേ. ഭയത്തിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് നീക്കി ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സമചിത്തതയുടെ ആത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എന്ത് തന്നെയായിരുന്നാലും, മാനുഷിക ശക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ദുർമന്ത്രവാദത്തിൻ്റെ ശക്തികളോ എന്ത് തന്നെയായിരുന്നാലും ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുന്നവരെ, ഈശോയുടെ ഭക്തിയിൽ, ഈശോയുടെ ചുവടുകളിൽ നടക്കുന്നവരെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.